കുവൈറ്റിൽ ദേശീയ ദിനാഘോഷത്തിനിടെ ആക്രമണം. ഒരു പോലീസുകാരൻ കൊല്ലപ്പെട്ടു. 4 പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു. പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേർ സ്വദേശി യുവാവ് വാഹനം ഓടിച്ച് കയറ്റുകയായിരുന്നു. വിവരങ്ങൾ നൽകാൻ ഇസ്മയിൽ പയ്യോളി കുവൈറ്റിൽ നിന്നും. ഇസ്മയിൽ, വിശദാംശങ്ങൾ എന്താണ്? കുവൈറ്റിൽ ഇന്നും നാളെയുമായി നടക്കുന്ന ദേശീയ ദിനാഘോഷ പരിപാടികളുടെ ഭാഗമായി വിന്യസിക്കപ്പെട്ട സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. പ്രാദേശിക സമയം വൈകുന്നേരം 5:30 സംഭവം നടന്നത്. കുവൈറ്റ് ഭരണാധികാരികൾ താമസിക്കുന്ന ഉസ്മാൻ പാലസ് റൗണ്ടബൌട്ടിന് അരികിലുള്ള പോലീസ് ചെക്ക് പോയിന്റിലാണ് ആക്രമണം ഉണ്ടായത്. ഇവിടെ നിലയുറപ്പിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ കറുത്ത പിക്കപ്പ് വാഹനത്തിലെത്തിയ സ്വദേശി യുവാവ് വാഹനം വിളിച്ച് കയറ്റുകയായിരുന്നു. ഇതേ തുടർന്ന് തൽക്ഷണം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെടുകയും കൂടെയുണ്ടായിരുന്ന 4 ഉദ്യോഗസ്ഥർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. തുർക്കി മുഹമ്മദ് അൽ അൻസി എന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിന് ശേഷം ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ പിടികൂടാനുള്ള ശ്രമത്തിനിടെ മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥനെ പ്രതി കുത്തിപ്പരിക്കേൽക്കുകയും ചെയ്തു. ദേശീയ ദിനാഘോഷങ്ങളോടനുബന്ധിച്ച് മേഖലയിൽ നിലനിൽക്കുന്ന തീവ്രവാദ ഭീഷണി മുൻനിർത്തി കനത്ത സുരക്ഷാ സന്നാഹമാണ് രാജ്യവ്യാപകമായി ഒരുക്കിയിരുന്നത്. പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ നടന്ന ആക്രമണത്തിന് പിന്നിൽ തീവ്രവാദ ബന്ധം ഉണ്ടോ എന്ന് പരിശോധിച്ചു വരികയാണ്. പിടിയിലായ സ്വദേശി യുവാവ് നിരവധി മയക്കുമരുന്ന് കേസുകളിൽ പ്രതിയാണെന്ന് കണ്ടെത്തിയിട്ടുള്ളത്. സംഭവം നടക്കുമ്പോഴും ഇയാൾ ബോധമില്ലാത്ത അവസ്ഥയിലായിരുന്നു. ഇതുകൊണ്ട് തന്നെ സംഭവത്തിന് പിന്നിലെ ചുരുളറിയാൻ ഇനിയും സമയമെടുക്കും എന്നാണ് അറിയുന്നത്. ഇസ്മയിൽ പയ്യോളി വിവരങ്ങൾ തന്നത്.